നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചത് ഇസ്രായേൽ തന്നെയാണെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വരുമ്പോൾ ഇറാന്, ഹമാസ്, ഹിസ്ബുള്ള അടക്കം ഞെട്ടലിലാണ്. ഹനിയെ കൊല്ലപ്പെട്ട് 5 മാസം പിന്നിട്ടതിന് ശേഷമാണ് ഇസ്രായേൽ ഹനിയയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിക്കുന്നത്. ഇതോടെ ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തിയുമെല്ലാം എന്ത് ചെയ്യുമെന്നതാണ് ആഗോള ചർച്ച. തിരിച്ചടിക്കുമോ എന്ന ചോദ്യവും പ്രസക്തം. എന്നാൽ ഇസ്രായേലിന് മുന്നിൽ ഇറാൻ അടക്കം കീഴടങ്ങാനാണ് സാധ്യത. തീവ്രവാദത്തിനെതിരെ രണ്ടും കൽപ്പിച്ച നിലപാടുകൾ ഉണ്ടാകുമെന്ന സന്ദേശമാണ് ഈ ഏറ്റെടുക്കലിലൂടെ ഇസ്രായേൽ നൽകുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1000-ലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അന്ന് ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് ശേഷം ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരണമൊന്നും നടത്തിയിരുന്നില്ല. ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെ വധിച്ചതും സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കാൻ സഹായിച്ചതും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തതുമെല്ലാം തങ്ങളാണെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യമനിലെ ഹൂത്തി വിമതരുടെ നേതാക്കളെ കാത്തിരിക്കുന്നതും ഇതേ വിധി തന്നെയായിരിക്കുമെന്നും കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ഇറാൻ പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടാണ് ഖത്തറിൽ താമസിക്കുകയായിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയത്. ഇറാൻ സൈന്യത്തിന്റെ അതീവ സുരക്ഷാ സന്നാഹമുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് മുറിക്കുള്ളിലെ സ്ഫോടനത്തിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ ജൂലൈ 31-ന് നടന്ന സ്ഫോടനത്തിൽ ഹനിയെ കൂടാതെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടിരുന്നു. 2017 മുതൽ ഹമാസ് ഭീകര സംഘടനയുടെ തലവനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഇസ്മായിൽ ഹനിയ. ഇസ്രായേലിനെ ആക്രമിക്കാൻ ആരെങ്കിലും കൈ നീട്ടിയാൽ ആ കൈ തങ്ങൾ വെട്ടിക്കളയുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിന്റെ കൈകൾ ഇത്തരക്കാരെ പ്രഹരിക്കാൻ എല്ലാവിധ ശക്തിയുമുള്ളതാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. ലബനനിൽ ഹിസ്ബുള്ള നേതാക്കളുടെ സുപ്രധാന യോഗം നടക്കുന്നതിനിടയിലാണ് നസ്രുള്ളയും മറ്റ് ഹിസ്ബുള്ള ഉന്നതരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത്. അതീവ പ്രഹരശേഷിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു നസ്രുള്ളയെ വധിച്ചത്. അതിന് തൊട്ടു മുൻപ് ലബനനിലും സിറിയയിലും പേജറുകളും വോക്കി ടോക്കികളും ഉപയോഗിച്ച് ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വധിക്കുകയും നിരവധി പേരെ ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. ഹമാസിന്റെ യഹിയ സിൻവറിന്റെ പിൻഗാമിയും ഗാസയിലെ പ്രധാന ചുമതലക്കാരനുമായിരുന്ന യഹിയ സിൻവർ കഴിഞ്ഞ ഒക്ടോബർ 7-നാണ് കൊല്ലപ്പെട്ടത്. ആദ്യം കൊല്ലപ്പെട്ടത് യഹിയ സിൻവർ ആണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് മനസ്സിലായിരുന്നില്ല. പിന്നീട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹ പരിശോധന നടത്തുമ്പോഴാണ് കൊല്ലപ്പെട്ടത് യഹിയ സിൻവർ ആണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഉറപ്പായത്. ഏതായാലും ഇപ്പോൾ മുന്നറിയിപ്പുമായി ഇസ്രായേൽ രംഗത്ത് വരുന്നതോടെ എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇനി ഇസ്രായേലിലെ മുൻപോട്ടുള്ള പോക്ക് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.